ഹിന്ദുത്വ വർഗീയതയുമായിട്ട് മൃദു സമീപനം സ്വീകരിച്ച ആളാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്, അല്ലേ? ആ മൃദു സമീപനം സ്വീകരിച്ച ആളാണ് ഇപ്പം മുഖ്യമന്ത്രി. RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ നമിച്ച് ആരാണ് ദീപം കൊളുത്തിയത്? അവരാണ് മൃദു ഹിന്ദുത്വം ഈ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്. ജയരാജൻ സഖാവ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഉടനീളം ഏറ്റവും ചെറിയ കാലം മുതൽ തന്നെ അദ്ദേഹം എങ്ങനെയാണ് പ്രത്യേകിച്ചും സംഘപരിവാറിനെതിരെ നേർക്കുന്ന തന്റെ ജീവിതം കൊടുത്തു പോലും പോരാടിയിട്ടുള്ളത് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അക്കാഡമിക് യാത്രയുടെ ഭാഗമായി രാഷ്ട്രീയ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ക്ഷേത്ര സന്ദർശനം പോലും വലിയ രീതിയിൽ വിവാദമായി കൊണ്ടിരിക്കുകയും അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തെ പോലുള്ള ഏറ്റവും മഹത്തരമായ സംഘവിരുദ്ധ രാഷ്ട്രീയ ജീവിതം കൈമുതലായുള്ള മനുഷ്യരെ പോലും സമൂഹത്തിന് മുന്നിലേക്ക് ഒരു ഹിന്ദുത്വ ചാപ്പ അടിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ തുടക്കം കുറിക്കുന്ന ഒരു കാലത്ത് പ്രത്യേകിച്ചും എന്റെ ചോദ്യം മുന്നോട്ട് പോകുന്നത് ഹിന്ദുത്വ ഇടതുപക്ഷം എന്നുള്ള ഒരു ടേം കോയിൻ ചെയ്യപ്പെടുന്നതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് അതിന്റെ താല്പര്യക്കാർ, ആരാണ് അതിൽ നിന്ന് വിള കൊയ്യുന്നത്? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലികമായി ഇടതുപക്ഷത്തിനെതിരെ ഉയർത്തുന്ന ഒരു വാദഗതിയാണ് അവതരിപ്പിച്ചത്. ഹിന്ദുത്വ ഇടതുപക്ഷം, അങ്ങനെ ഒരു ഇടതുപക്ഷമുണ്ട്. നിങ്ങൾ ചരിത്രത്തെ ചരിത്രത്തെ പൂർണ്ണമായിട്ട് വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചരിത്ര സത്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രചരണം നടത്തുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് നോക്കിയാൽ കോൺഗ്രസ്, ഇപ്പോൾ കൃഷ്ണപിള്ള, EMS ഇവരൊക്കെ ആയിരുന്നല്ലോ ഇടതുപക്ഷക്കാരായി പ്രവർത്തിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റായും അതുപോലെ തന്നെ EMS ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു KPCC കമ്മിറ്റി നിലവിൽ വന്നു. അതായത് കോൺഗ്രസിനകത്തെ വലതുപക്ഷത്തെ തോൽപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷം അതിൻ്റെ നേതൃപദവിയിലേക്ക് വന്നു. ആ ഘട്ടത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രയോഗം മുസ്ലിം കോണ്ടാക്ട് കമ്മിറ്റിയാണ്. അതിനൊരു ചരിത്രമുണ്ട്. കാരണം 1921 മലബാർ കലാപത്തിന് ശേഷം ഏർനാട്, വള്ളുവനാട് താലൂക്കുകളിലെ മുസ്ലിം ബഹുജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം തങ്ങളെ വിശ്വസിച്ച് വഞ്ചിച്ചു എന്ന ഒരു കുറ്റാരോപണം നടത്തി കോൺഗ്രസിൽ നിന്നും മുസ്ലിം ബഹുജനങ്ങൾ അകന്നപ്പോൾ അന്നത്തെ ഇടതുപക്ഷ കോൺഗ്രസ് തീരുമാനിച്ചത് ഒരു മുസ്ലിം കോണ്ടാക്ട് കമ്മിറ്റി, അതിൽ EMS ഉണ്ട്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കം, മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കേട്ടാ. അത് ഒരു ഇടതുപക്ഷ ഹിന്ദുത്വത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷവുമായി, പ്രത്യേകിച്ച് അന്നത്തെ കോൺഗ്രസുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരു ബഹുജന ശക്തിയായിട്ട് മാറ്റുക, ജനകീയ ശക്തിയായിട്ട് മാറ്റുക. ഇത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണമായിട്ട് നിയന്ത്രണം വന്ന ഘട്ടത്തിൽ കണ്ണൂരിലെ ബക്കളത്ത് വെച്ചൊരു കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത്, ബക്കളം കോൺഗ്രസ് സമ്മേളനം. അത് 1935 അപ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് 1928 കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടക്കുന്നത് പയ്യന്നൂരിൽ വെച്ചിട്ടാണ്. അതിൽ ജവഹർലാൽ നെഹ്റു അടക്കം പങ്കെടുക്കുന്ന കോൺഗ്രസ് സമ്മേളനമാണ്. ആ കോൺഗ്രസ് സമ്മേളനത്തിൽ ആ പന്തലിൽ വെച്ച് നടത്തിയിട്ടൊരു സമ്മേളനം ഉത്തര കേരള നായർ സമാജത്തിൻ്റെ സമ്മേളനമാണ്. സംഗതി മനസ്സിലായല്ലോ. വലതുപക്ഷ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരു ജാതി സംഘടനയുടെ സമ്മേളനം കോൺഗ്രസിന്റെ പന്തലിൽ വെച്ച് നടത്തിയിട്ടുള്ള അനുഭവം 28 35 ആവുമ്പോഴേക്ക് വളരെ പ്രധാനപ്പെട്ട മാറ്റമുണ്ടായി. അതെന്താണ്? ബക്കളം കോൺഗ്രസ് സമ്മേളനം. അന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉണ്ട്, EMS ഉണ്ട്, ഇവരൊക്കെയാണ് അന്നത്തെ നേതാക്കന്മാർ. ആ ബക്കളം കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു സമ്മേളനം ദേശീയ മുസ്ലിം സമ്മേളനമാണ്. നോക്കണം, അന്ന് ഈ ഹിന്ദു വർഗീയതയുടെ അംശങ്ങൾ കോൺഗ്രസിനകത്ത് സ്വാധീനം ചെലുത്തുകയും തങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന തോന്നൽ മുസ്ലിം ജനവിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള സന്ദർഭത്തിലാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ദേശീയ മുസ്ലിം ധാര ശക്തിപ്പെടുത്താൻ ശ്രമിച്ചത്. ദേശീയ മുസ്ലിം ധാര, അതിന് നേതൃത്വം കൊടുത്തതും ഇടതുപക്ഷമാണ്. പിന്നീട് നമ്മൾ കാണുന്നത്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സ്വതന്ത്ര വർഗ രാഷ്ട്രീയ ശക്തിയായിട്ട് വന്നു. 57 EMSന്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അന്ന് ഈ നാട്ടിലെ മുസ്ലിം മതസ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന കെട്ടിട നിയന്ത്രണം എടുത്തു കളഞ്ഞത് അന്നത്തെ EMSന്റെ ഗവൺമെൻറ്റാണ്. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ആ ഓർഡർ തിരുത്തിയത് EMSന്റെ ഗവൺമെൻറ്റാണ്. പിന്നെ ഈ മൃദു ഹിന്ദുത്വ നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കുന്നു എന്നാരാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്? മുസ്ലിം സമുദായത്തിലെ തീവ്രവാദ ആശയക്കാരാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് തിരിച്ചറിയേണ്ടത്. യഥാർത്ഥത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ വർഗീയതയുടെ നുഴഞ്ഞുകയറ്റത്തെ ആരാണ് പ്രതിരോധിച്ചത്? ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമായിട്ടൊരു വിഷയമായിരുന്നല്ലോ വെള്ളാപ്പള്ളി, അല്ലേ? വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശനെ മാർക്സിസ്റ്റ് പാർട്ടി ശരിയായിട്ട് വിമർശിച്ചോ എന്നൊക്കെ ചോദ്യം വന്നല്ലോ. നിങ്ങൾ ചരിത്രത്തിൽ പരിശോധിച്ചാൽ ഇപ്പോ ശ്രീനാരായണ ഗുരു പരമാധ്യക്ഷനായി കൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, SNDP യോഗം. ആ SNDP യോഗത്തിന് 100 വർഷം തികയുന്ന അവസരത്തിൽ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്തിരുന്നു. എല്ലാം ചരിത്രമാണല്ലോ, ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇമാതിരി വാദങ്ങൾക്ക് മറുപടി പറയാം. 2003 വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രഖ്യാപനമുണ്ടായി, ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? സക്കരയേക്കൽ ഓർമ്മയില്ലേ? എന്താ അന്ന് പ്രഖ്യാപിച്ചത്? ഞാൻ മലബാറിലേക്ക് ഒരു യാഗാശ്വത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു, ആരുണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ? ആരാ പിടിച്ചു കെട്ടിയത്? കോൺഗ്രസാ? ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പിന്നോക്ക വിഭാഗമായിട്ടുള്ള ഈഴവ ജാതിയിൽപ്പെട്ടവരെ RSSന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനുള്ള ആസൂത്രണമായിരുന്നു അത്. കണ്ണൂരിൽ വെച്ച് നടത്തിയിട്ടുള്ള മലബാർ മഹാസംഗമം, അതിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം വന്നത്. ഏത്? ഞാനൊരു യാഗാശ്വത്തെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു, ആരുണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ? പിടിച്ചു കെട്ടിയത് CPM ആണ്, മനസ്സിലാക്കണം. മലപ്പുറം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് ഈഴവരെ ആകെ തന്നെ കണ്ണൂരിലെത്തിച്ച് ഞങ്ങള് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈഴവരെ മാറ്റും എന്ന പ്രഖ്യാപനം വന്നപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതിനെ തോൽപ്പിച്ചത് CPM ആണ്, ഇടതുപക്ഷമാണ്. ഇനി ഇങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടൊരു കാര്യമുണ്ട്. അതായത് കേരളത്തിൽ എപ്പോഴാണ് RSS CPM സംഘർഷം തുടങ്ങിയത്? ഈ മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗ, ഇടതുപക്ഷ ഹിന്ദുത്വത്തിന്റെ ഭാഗ അല്ല. കേരളത്തിൽ RSSന് നുഴഞ്ഞു കയറാൻ കഴിയണമെങ്കിൽ CPMനെ തകർത്താലല്ലാതെ കഴിയില്ല. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ 2003 നടത്തിയ കാര്യം പറഞ്ഞില്ല, SNDP യോഗത്തിന്റെ 100ാം വാർഷികം ആവുമ്പോഴേക്ക് ഈ കേരളത്തിൽ സ്വാധീനം നേടാൻ വേണ്ടി ജാതി സംഘടനകളെ കൂട്ടുപിടിക്കുക. അതിനുള്ള പല പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എൻ്റെ ഈ പുസ്തകം ഉണ്ടല്ലോ, ഇപ്പം പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം, ആ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് ഗ്രാൻഡ് ഡിസൈനിന്റെ ആവർത്തനം എന്നാണ്. എന്താ ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്? ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നോക്ക ജാതിയാണ് ഈഴവ. മലബാറിനെ സംബന്ധിച്ചിടത്തോളം തീയ സമുദായം. ശ്രീനാരായണീയ ദർശനം കേരളത്തിൽ പിന്തുടരുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. ആ ശ്രീനാരായണീയരെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റണം. അതിനുവേണ്ടി കുറേ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലെ പ്രധാനപ്പെട്ട സന്യാസിയായിട്ടുള്ള ശാശ്വതീകാനന്ദ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ചെങ്കോട്ടുകോണം മഠാധിപതി ശിവഗിരിയിൽ വന്നിട്ട് ശാശ്വതീകാനന്ദയെ കണ്ടു. എന്നിട്ട് ശാശ്വതീകാനന്ദയോട് പറഞ്ഞു, നമ്മൾ രണ്ടും ഒത്തുചേർന്നാൽ കേരളം ഇങ്ങ് പോരും. മനസ്സിലായില്ലേ? കേരളം ഇങ്ങോട്ട് പോരും. എങ്ങോട്ട്? സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് പോരും. ചെങ്കോട്ടുകോണം മഠാധിപതിയും കേരളത്തിലെ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ നേതൃത്വവും ഒന്നിച്ചു നിന്നാൽ കേരളം ഇങ്ങോട്ട് പോരും, RSS വൽക്കരിക്കപ്പെടും. ഇതിനു വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് ഡിസൈൻ രൂപപ്പെടുത്തിയത്. അപ്പോൾ ശാശ്വതീകാനന്ദ അന്ന് ചെങ്കോട്ടുകോണം മഠാധിപതിയോട് പറഞ്ഞു, ഞാൻ ശ്രീനാരായണീയ ദർശനം പിന്തുടരുന്നതാണ്, നിങ്ങളുടെ ഹിന്ദുത്വ ദർശനവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം നടക്കാൻ വേണ്ടി പോകുന്നില്ല. ആ ഗ്രാൻഡ് ഡിസൈനിന്റെ ആവർത്തനം തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അതാണ് ശിവഗിരിയെ കീഴ്പ്പെടുത്തുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഇടതു ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ 2024 ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൻ്റെ ഭാഗമായി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയന്റെ പ്രസംഗം ഉണ്ടായിരുന്നു. എന്താ പ്രസംഗത്തിൽ പറഞ്ഞത്? ഇടതു ഹിന്ദുത്വത്തിൻ്റെ ഭാഗമല്ല, സനാതന ധർമ്മം പിന്തുടരണം എന്ന് പറയുന്ന വാദഗതിക്ക് മറുപടി പറഞ്ഞു. ഈ ഫെബ്രുവരി മാസത്തിൽ, ഈ 26 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പെയുള്ള ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ നാട്ടിലെമ്പാടും വന്നിട്ടുള്ളൊരു ബോർഡുണ്ട്, ഹിന്ദു ഏകതാ സമ്മേളനം. ആ ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ പ്രചരണ മുദ്രാവാക്യത്തിൽ ഒന്ന് സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. അന്ന് 2024 ഡിസംബറിൽ നടത്തിയിട്ടുള്ള ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സഖാവ് പിണറായി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ഒരിക്കലും സനാതന ധർമ്മം പിന്തുടർന്നിട്ടുള്ളൊരു സന്യാസിയല്ല, പിന്നെ ഹിന്ദു സന്യാസിയുമല്ല. സനാതന ധർമ്മത്തിൻ്റെ മൂല്യങ്ങളെ തകർത്ത് മാനവധാർമ്മിക മൂല്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി യത്നിച്ച ആളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ CPM സമുന്നതനായിട്ടുള്ള നേതാവ് സഖാവ് പിണറായി വിജയൻ 2024 പോലും ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിവേരറുക്കുകയായിരുന്നു. ഇതിനു മുമ്പ് 2023 തമിഴ്നാട്ടിൽ വലിയ ബഹളമുണ്ടായി സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അന്ന് DMK-യുടെ നേതാവും മന്ത്രിയുമായിരുന്ന ഉദയനിധി സ്റ്റാലിൻ അന്ന് തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ സനാതന ധർമ്മം അസമത്വത്തിൻ്റെ വ്യവസ്ഥയാണ്, സമത്വം തകർക്കുന്നതാണ്, അതുകൊണ്ട് കോവിഡിനെ പോലെ ഡെങ്കിയെ പോലെ അതിനെ നിർമൂലനം ചെയ്യണം. അന്ന് വലിയ ബഹളം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഈ ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എതിർത്തുവെങ്കിൽ അത് CPM ആണ്, ഇടതുപക്ഷമാണ്. ഒരിക്കലും ഹിന്ദുത്വ വർഗീയ പ്രത്യയശാസ്ത്രത്തോട് അനുരഞ്ജനം നടത്തിയിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതേസമയം ഹിന്ദുത്വ വർഗീയതയുമായിട്ട് മൃദു സമീപനം സ്വീകരിച്ച ആളാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്, അല്ലേ? മൃദു സമീപനം സ്വീകരിച്ച ആളാണ് ഇപ്പം മുഖ്യമന്ത്രി. RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ നമിച്ച് ആരാണ് ദീപം കൊളുത്തിയത്? അവരാണ് മൃദു ഹിന്ദുത്വം ഈ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്. CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ചരിത്രം അതിനെതിരായിട്ട് അത്യുഗ്രമായിട്ടുള്ള ആശയ സമരം നടത്തിയതാണ്, ജനങ്ങളെ അണിനിരത്തി അതിനെ ഒറ്റപ്പെടുത്തിയതാണ്. ഇതാണ് ഇത് സംബന്ധിച്ചുള്ള മറുപടി.